എന്തിക്കാ നിങ്ങളിപ്പോ നമുക്ക് തോട്ടം കാണിച്ചു തന്നു, തോട്ടത്തിൽ നിന്ന് കരിക്ക് കുപ്പിയിലാക്കണതും പറഞ്ഞു. ശരിക്കും ഈ ഫാർമേഴ്സിന് ബാധിക്കോ? എങ്ങനെയാണ് അതിന്റെ ഒരു ഇത് വരിക? ഇത് എത്രത്തോളം നമ്മളെ ഗ്ലോബലൈസ് ചെയ്യുന്നു അത്രത്തോളം നമുക്ക് നമ്മളെ കേരളത്തിന്റെ കരിക്ക് നാട്ടുകാർ മുഴുവൻ കുടിപ്പിക്കാം. അതായത് ഗ്ലോബലി ഇല്ല, എല്ലാ വിദേശികളും എല്ലാരെയും എന്ത് ചെയ്യാം, നമ്മളെ നാടൻ കേരള കരിക്കിലേക്ക് കൊണ്ടെത്തിക്കാം. ശരിക്കും അപ്പൊ ഇവിടെ സാധ്യതകൾ കൂടുകയാണ് അല്ലെ? തീർച്ചയായിട്ടും ഇതിന്റെ സാധ്യതകൾ എത്രത്തോളം നമുക്ക് കൂട്ടാൻ പറ്റുന്നു അത് തന്നെയാണ് നമ്മൾ ശ്രമിക്കുന്നത്. കാരണം ഇതിലൊരു ബാക്ക് ടു സൊസൈറ്റി എന്നൊരു കൺസെപ്റ്റും നമ്മൾ ഇതിൽ വെക്കുന്നുണ്ട്. നമ്മളൊക്കെ ശ്രദ്ധിച്ച് മനസ്സിലാവും, പണ്ടൊരു സമയത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ അത്രത്തോളം തെങ്ങുകളൊന്നും നമ്മുടെ നാട്ടിൽ തന്നെ ആയിരുന്നു. ഇപ്പൊ പല ഏരിയകളിലും നോക്കിക്കഴിഞ്ഞാൽ കുറെ റബ്ബറും പല കാര്യങ്ങളിലേക്കും നമ്മളെ കേരളത്തിന്റെ ഒരു ഐഡന്റിറ്റി എന്ന് പറയുന്നത് കേര. അപ്പൊ ഈ അടുത്ത കാലങ്ങളിലൊക്കെ ആയിട്ട് നമ്മളെ സംസ്ഥാനത്തിനെയാണ് മറ്റ് നമ്മുടെ അടുത്തുള്ള അയൽ സംസ്ഥാനങ്ങളൊക്കെയാണ് ഇപ്പൊ തെങ്ങിന്റെ മെയിൻ ആള്. അപ്പൊ ഇതൊന്നും നമുക്കൊരു ഞാൻ ഒരു സാധാരണക്കാരൻ നില നിലയിൽ തന്നെ ഞാൻ ചിന്തിക്കുമ്പോൾ ഞാൻ ആലോചിച്ചു. കാരണം ഇതൊന്നും ഒരിക്കലും നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യം. നമ്മൾ പൂർവികർ മുതലേ നമ്മൾ തെങ്ങും കാര്യങ്ങളായിട്ട് നമ്മൾ കണക്ട് ചെയ്ത് നിൽക്കുമ്പോൾ ഇതൊരിക്കലും നമ്മുടെ അടുത്ത് പോകേണ്ട ഒരു സാധനമല്ല. അപ്പൊ ഇതിനെ എങ്ങനെയൊക്കെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും, എങ്ങനെ നമ്മളിവിടെ എല്ലാ ഫാർമേഴ്സിനെ കൊണ്ടും ഇതന്നെ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ തെങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ബെനിഫിറ്റ് കിട്ടും എന്നുള്ളതാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, കാണിച്ചു കൊടുക്കേണ്ടത്.